ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ആരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏഞ്ചൽ മെസ്സേജസ് ആണ്. സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് കറൻ്റ്ലി പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റീഡിംഗ് ഇന്ന് ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മെസ്സേജ് ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ കുറേ ദിവസമായി നമ്മൾ റീഡിങ്സ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഏഞ്ചൽ മെസ്സേജിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. 4 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ്, ഏസ് ഓഫ് കപ്പ്, കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, 7 ഓഫ് വാൻസ്, ക്വീൻ ഓഫ് കപ്സ്, 5 ഓഫ് പെൻറ്റിക്കിൾ, ഏസ് ഓഫ് സോഡ്, കിങ് ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക്, ദ എംപ്രസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഓരോ കാർഡ്സിലും ക്ലിയർ ആണ്, നിങ്ങൾക്ക് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അടുത്ത സമയത്തായിട്ട് ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതിപ്പോഴും നിങ്ങൾ ഹീലായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അടുത്ത ദിവസം ഇനിയും ഫുൾ മൂൺ ഡേ ഒക്കെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനിഫേസ്റ്റ് ചെയ്യാം. ഞാൻ നാളെയായിട്ട് നോക്കട്ടെ ഫുൾ മൂൺ ഡേ റീഡിംഗ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനും വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഹെൽത്ത് ഇഷ്യൂസും നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയും കാര്യങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് പറയുന്നത് അതിൽ നിന്നാണ് നിങ്ങൾക്കൊരു റിക്കവറി, ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഓക്കെ, ഒരു രീതിയിലുമുള്ള നെഗറ്റീവ് എനർജി, നെഗറ്റിവിറ്റിയോ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനും അതേപോലെ ഓവർ തിങ്ക് ചെയ്യുന്നൊരവസ്ഥയും ഇവിടെയുണ്ട്. ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്ന സമയമാണ്. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സിറ്റുവേഷൻ ഹീലായിക്കൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥയാണ്. അടുത്ത 30 ദിവസത്തിൽ തന്നെ നിങ്ങൾ ബാക്ക് ടു ട്രാക്കിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് 4 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ് തന്നെ കണ്ടില്ലേ, ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളും കുറച്ച് നാളായിട്ട് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു ക്ലാരിറ്റിയും കിട്ടാത്തൊരു സിറ്റുവേഷനും എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റുന്നില്ല. ഫുള്ളായിട്ട് സ്റ്റക്കായി പോയിരിക്കുന്നു. നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കാം. സോ മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ ഒരു മാസ്ക് ഇട്ട രീതിയിൽ എല്ലാവരുടെടുത്തും നിങ്ങൾക്ക് സംസാരിക്കേണ്ടതായിട്ടും നിൽക്കേണ്ടതായിട്ടും വരുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ അവസ്ഥ ആരുടെടുത്തും പറയാൻ പോലും ഷെയർ ചെയ്യാൻ പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്തൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ ആൾക്കാരുടെയും പ്രശ്നം അവരുടെ ഇഷ്യൂസൊന്നും ആരുടെ അടുത്തും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ കോളിംഗ് സ്ലോട്ട് അതിന് ശേഷം വെച്ചിട്ടുള്ളതും. ഒരുപാട് പേർ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, റീഡിങ് ചെയ്തിട്ടുണ്ട്. സോ പലരുടെയും പ്രശ്നം എല്ലാവരും ഉണ്ടായിരിക്കാം, പക്ഷേ കറൻ്റ്ലി ഉള്ള ഇഷ്യൂസൊന്നും ആരുടെടുത്തും ഷെയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. സോ ഇവിടെയും അത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ സംഭവിച്ചിട്ടുള്ളത്, മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത്, അത് നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും അത് മനസ്സിലിട്ട് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അതിനാണ് അടുത്തൊരു കാർഡിൽ നമ്മൾക്കൊരു മാറ്റം യൂണിവേഴ്സായിട്ട് തന്നിട്ടുള്ളത്. സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ സമയമാണ്. ഇതിൽ നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കേണ്ട, അങ്ങനെ വരുമോ, ഇനി എൻ്റെ ജീവിതം നന്നാകുമോ? തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റം തന്നെയാണ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ. എത്രത്തോളം ഒരു വേഴ്സ് സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത്, അതിനൊരു മാറ്റം തുടങ്ങാൻ പോകുന്നു. ഓക്കെ, അടുത്ത 30 ദിവസത്തിൽ തന്നെ നമ്മൾക്ക് ഏസ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അടുത്ത 30 ദിവസത്തിൽ തന്നെ നിങ്ങൾക്കിത് ഹീലായി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. ഒരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാൻ സാധിക്കും. ഓക്കെ, മേ ബി ഒരു ട്രാവൽ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ പാസ്സാവുന്നതായിരിക്കാം, നല്ലൊരു ജോലി, റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഓക്കെ ആകുന്നതായിട്ടും നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയും കാണിക്കുന്നു. മേ ബി നിങ്ങൾ ഉദ്ദേശിച്ചതിലും ബെറ്ററായിട്ട് കാര്യങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കും. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക, നെഗറ്റീവായിട്ടൊന്നും ആലോചിക്കേണ്ടതായിട്ടില്ല. കിങ് ഓഫ് സോഡ്സും
അതേപോലെ തന്നെ 7 ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ട്. 5 ഓഫ് സോഡ്സ് ആൻഡ് ഏസ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഇടയ്ക്കൊരു തടസ്സം ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ മാറി കിട്ടുന്നത്. നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തു അതിനനുസരിച്ചൊരു മാറ്റമാണ്. ആരുമായിട്ടും ഒരു വാക്ക് തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പോകാതെ ഇരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ, ഇത് സംസാരിച്ചാൽ വഴക്കാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്നും ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു റിഗ്രറ്റ്, കുറ്റബോധം നിങ്ങൾക്ക് തന്നെ മെൻ്റലി ഡൗൺ ആക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. സോ അങ്ങനെ വഴക്കാകും, ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും, സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സംസാരിച്ചാൽ ഇഷ്യൂ ആകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് പോകാതിരിക്കുക. കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക. ഓക്കെ, ചിലർക്ക് ഒട്ടുമില്ലാത്തതും ക്ഷമയാണ്. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ. സോ അത് മാറ്റിയെടുക്കണം. ചില കാര്യത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാകൂ. ചിലരുടെ കേസിൽ അത് ദിവസങ്ങളായിരിക്കാം, ആഴ്ചകളായിരിക്കാം, മാസങ്ങളായിരിക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം തിരിച്ചു വരുന്ന കണക്ഷൻസും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഓക്കെ, സോ അങ്ങനെയും ഞാൻ റീഡിങ് ചെയ്തിട്ടുണ്ട്. കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേയും റിലേഷൻഷിപ്പൊക്കെ വീട്ടിൽ ഓക്കെ ആയി അങ്ങനെ കല്യാണം കഴിച്ച ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അറ്റ് ലാസ്റ്റ് സെക്കൻഡിൽ അത് സക്സസ് ആയിട്ടുള്ളവരുണ്ട്. സോ ആ ഒരു പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഓക്കെ, സോ ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഇനിയൊരു ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എന്താകും, കരിയർ എന്താകും, അങ്ങനെയൊന്നും ഒരുപാട് ആലോചിച്ച് ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. മുന്നോട്ടേക്ക് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴും നിങ്ങളൊരു പകുതി വഴിയിൽ പോലും എത്തിയിട്ടില്ല. ഓക്കെ, സോ കുറച്ചൊരു ലാഗുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ അത് മാറ്റി നിങ്ങൾ എല്ലാവരെക്കാട്ടിലും ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് പോകൂ. ആ സമയം നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് നെഗറ്റീവായി ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ആ ഒരു ഫസ്റ്റ് കാർഡിലെ പോലെ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നിങ്ങൾ ഓൾറെഡി കുറച്ച് ബാക്കിലാണ് എല്ലാവരെക്കാട്ടിലും, അല്ലേ? സോ കുറച്ചും കൂടി നിങ്ങൾ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിനുമുള്ളവരുടെ കാര്യം കൂടി നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അതും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. ദ എംപ്രസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്ട്രോങ് ഫെമിനൈൻ എനർജി സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നു. മേ ബി അമ്മയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റർ, ബേബി, ഗേൾ ഫ്രണ്ടിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം. ഒരു ഫെമിനൈൻ എനർജി, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പേഴ്സണെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സണെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഓക്കെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാകുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സൺ ഇവിടെയുണ്ട് എന്നതാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഡേ ബൈ ഡേ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വരാനും, അതേപോലെ തന്നെ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സും റെയിൻബോസും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാനും, ടെലിപ്പതി വർക്കാവുന്ന ഒരു സിറ്റുവേഷനും ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ സ്ട്രോങ് ആവുന്നു, നിങ്ങളുടെ ഓറ പവർ സ്ട്രോങ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. ഒരു മാറ്റം നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു വാക്ക് തർക്കങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. ജോലിയുടെ കാര്യത്തിൽ ഇപ്പോൾ ജോലി ഇല്ലാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ഒന്നും കിട്ടാത്തൊരു അവസ്ഥയുമുണ്ട്. അങ്ങനെ ജോലി മാറ്റം നോക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നല്ലൊരു ജോലി, സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ നോക്കാം. റിലേഷൻഷിപ്പിലും ഒരു നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, ആ പേഴ്സൺ ഒരു ക്ലാരിറ്റിയും തരാത്ത സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയും, വാക്ക് തർക്കങ്ങളും കലഹങ്ങളും പ്രശ്നങ്ങളും ഫാമിലിയിൽ തന്നെ ആയിക്കോട്ടെ, ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ നടന്നിട്ടുള്ളതായിട്ടും, ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നവർക്ക് ഇവിടെ ഉടനെ തന്നെ ഒരു കോണ്ടാക്റ്റൊക്കെ കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങോട്ടേക്ക് ഒരു കോണ്ടാക്ട് തീർച്ചയായിട്ടും കിട്ടും. ആ ഒരു നോ കോണ്ടാക്ട് മാറി കിട്ടുന്നതായിട്ടാണ് ഇവിടെ ഒരു 70% ആൾക്കാർക്കും റീകൺസിലേഷൻ, റീയൂണിയൻ. നിങ്ങളുടെ ഓറ പവർ സ്ട്രോങ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾ പോസിറ്റീവ് ആകുന്നു. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാനിഫെസ്റ്റായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെയും എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ കുറേയും കൂടി ക്യാഷ് വൈസ്
ആയിക്കോട്ടെ സ്റ്റേബിൾ ആകേണ്ടതായിട്ടുണ്ട്. റിലേഷൻഷിപ്പിലും ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നവരെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് അതിനാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ട് തരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ മെൻ്റലി ഓക്കെ ആകാനും യൂണിവേഴ്സായിട്ട് നിങ്ങളെ സഹായിക്കുന്നു. ഒരു ഹീലിംഗ് പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഫുൾ മൂൺ ഡേയുടെ ദിവസത്തേക്ക് നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 44444 ഏഞ്ചൽ നമ്പേഴ്സും 111111 ഏഞ്ചൽ നമ്പേഴ്സും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് അതൊരു സ്റ്റെബിലിറ്റിയെയും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തെയും സൂചിപ്പിക്കുന്നു. ഞാൻ നേരത്തെയും റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം എൻഡ് ആയതിനു ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നത്. ആ ഒരു എൻഡിങ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കാം, മേ ബി അത് നെഗറ്റീവ് ആവാനുള്ളൊരു ചാൻസും ഉണ്ട് അല്ലേ. സോ അത് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മളൊരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയോ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതും അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ടേക്ക് പോകുക. അതാണ് ജീവിതം അല്ലേ. സോ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളും കൂടി നെഗറ്റീവായിട്ട് ഒരുപാട് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് ആ ഫസ്റ്റ് കാർഡ് പോലെ തന്നെ ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാറ്റിയെടുക്കുക. അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം, മാനിഫെസ്റ്റ് ചെയ്യാം, മെഡിറ്റേഷൻ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം. വീട്ടിൽ തന്നെ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ തന്നെ ഇരിക്കാതെ പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്നതും നല്ലതാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.